ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയവന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. മത്തി കുറേ ആയിട്ട് കൂട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മുറിച്ചെടുത്തു കേട്ടോ. കുറച്ച് പഞ്ഞിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടോ മൂപ്പര് കടപ്പുറത്ത് പോയിട്ട് അവിടുന്ന് മീൻ കിട്ടിയത്. ഇത് ഫ്രീ ആയി കിട്ടിയതാണ് കേട്ടോ. കുറച്ച് അധികം തന്നെ ഉണ്ട്. ഇതിലും മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ആ പെറുക്കിയെടുക്കുന്നത് എന്തിനാണെന്നറിയോ? പുറത്തുള്ള പൂച്ചകൾക്കൊക്കെ കൊണ്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്താട്ടോ അതൊക്കെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ അരിയൊന്നും അടുപ്പത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളകൊന്ന് കല്ലിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളമാണ് കേട്ടോ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ അതുണ്ടാക്കുന്ന ഈ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് നന്നായി തന്നെ കുഴച്ചെടുത്ത് അതിലേക്ക് മീനും കൂടി ഇട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി മസാലയിൽ ഞാൻ പഞ്ഞിയും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യല്ല, കുറച്ച് നേരം കേട്ടോ. അപ്പോഴേക്കും ഞാൻ തക്കാളിയും പച്ചമുളകും ഉപ്പും കൂടി ഒന്ന് കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കറിക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. പുളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചുള്ളൂ കേട്ടോ വെള്ളം വെക്കുന്നത്. അപ്പോൾ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാല. അതിൽ മീനും കൂടി ഇട്ടൊന്ന് കുഴച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് തന്നെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടെ തന്നെ ഒന്ന് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊന്ന് മറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും വെന്ത് വന്നിട്ടുണ്ട്. ഇത് രാത്രിയാട്ടോ ഉണ്ടാക്കുന്നത്, ആണ് ക്ലിയർ ഇല്ലാത്ത. അപ്പോൾ നമ്മുടെ മീനൊന്നും പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് പഞ്ഞിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണല്ലോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാൻ കൂടെ തന്നെ കട്ടിപ്പത്തിരി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറും കട്ടിപ്പത്തിരിയും രാവിലത്തെ ചപ്പാത്തിയും കൂടി ഉണ്ട് കേട്ടോ. രാവിലത്തെ ചപ്പാത്തി ഞാനാട്ടോ കഴിക്കണത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, താങ്ക് യു.